സത്യമായിട്ടും കഴിഞ്ഞ ഒരു 10 കൊല്ലമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ മിക്ക പ്രസ്താവനകളും, മിക്ക പ്രതികരണങ്ങളും, മിക്ക പ്രതിഷേധങ്ങളും ഓരോ മലയാളിക്കും നാണക്കേടുണ്ടാക്കുന്നതാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത് പറയേണ്ട പേരാണ് SNDPയുടെ. അത് നാരായണ ഗുരു 1903 സ്ഥാപിച്ചതാണ്. അതിന്റെ മുദ്രാവാക്യമായി നമ്മൾ കേട്ടിട്ടുള്ളത് ജാതിയില്ലാത്ത, മതമില്ലാത്ത, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇതെന്ന്. SNDPയുടെ സെക്രട്ടറി ആയിരുന്നത് 16 കൊല്ലം കുമാരനാശാനാണ്. പിന്നെ ആ സ്ഥാനത്തിരുന്ന ആളുകളാണ് CV കുഞ്ഞിരാമൻ, C കേശവൻ തുടങ്ങിയുള്ള വാസ്തവത്തിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട തരത്തിലുള്ള വലിയ വ്യക്തിത്വങ്ങൾ. അവരൊക്കെ ഇരുന്ന കസേരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നത് SNDPയുടെ ചരിത്രത്തിനും മലയാളികൾക്കൊക്കെ നാണക്കേടാണ്. എനിക്ക് മനസ്സിലായത് അദ്ദേഹം CPM-നും BJPക്കും ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. കാരണം 10 കൊല്ലം മുമ്പ് BJPയുടെ അലയായിട്ടുണ്ടായ BDJS ഉണ്ടാക്കിയതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം രാഷ്ട്രീയമില്ലാത്ത SNDPയുടെ സെക്രട്ടറിയാണ്. പിന്നെ എപ്പോഴും മതദ്വേഷം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായിട്ട്, ഇപ്പോൾ ഏപ്രിൽ അദ്ദേഹം പറഞ്ഞതെന്താ, മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ് എന്നാണ്, മുസ്ലിങ്ങൾക്കല്ലാതെ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. അപ്പോൾ ഇതിനൊക്കെ പിണറായി വിജയൻ ഉത്തരവാദിത്തമുണ്ടോ? ഉത്തരവാദിത്തമുണ്ട്. എന്താ കാരണം വെച്ചാൽ 2022 രൂപീകരിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആക്കിയിട്ടുള്ളത് ഈ ചങ്ങാതിയാണ്. അതായത് അന്തസ്സായിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ നാണക്കേടുണ്ടാക്കുന്നതിനെ പറ്റി ഒരു സംശയമില്ല. കാരണം ആ സ്ഥാനത്തിരുന്ന് ഇത്ര അന്തസ്സില്ലാതെ സംസാരിക്കുക, വിമർശിക്കേണ്ടെന്ന് ആരും പറയില്ല, പറയാൻ പാടില്ല. വിമർശനം വസ്തുനിഷ്ഠമാവണം. പിന്നെ അത് ഒരിക്കലും ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാനാവരുത്. നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ SNDP ഉണ്ടാക്കിയത്. അതിനകത്ത് അന്ന് പല ജാതിക്കാരുണ്ടായിരുന്നു, പല മതക്കാരുണ്ടായിരുന്നു ഒക്കെ പറയുന്നത് ഇന്നിപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് മതപണ്ഡിതന്മാർ പറയും പോലെയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് അദ്ദേഹം ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. ആ കുറ്റം പറയേണ്ടതാണ്. ആ കുറ്റം പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിക്കേണ്ടതുണ്ട്, മതപണ്ഡിതന്മാരെ പോലെ തന്നെ സമുദായ നേതാക്കന്മാരും മന്ത്രിസഭകളെ അല്ലെങ്കിൽ മന്ത്രിമാരെ ഭരിക്കാൻ നോക്കുന്ന സമാന്തര ഭരണകൂടം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്തും പറയാം എന്ന തരത്തിൽ ഇടയ്ക്ക് NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർ പെരുമാറാറുണ്ട്. പലപ്പോഴും SNDPയുടെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പെരുമാറാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ കാന്തപുരമോ അതുപോലെ മറ്റ് പാലയിലെ ബിഷപ്പോ ഒക്കെ രാഷ്ട്രീയത്തിൽ ആധികാരികമായ സ്വരത്തോടു കൂടി വന്ന് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്നെപ്പോലെ എല്ലാ ആളുകളും അതിനെ എതിർക്കും. ആ എതിർക്കുന്നത് വ്യക്തിപരമല്ല,